ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് ഹുവാവയുടെ ഓണർ 8 പ്രോ എന്ന ഫോണിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷനും അത് OnePlus 5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രൈസിങ് ഇങ്ങനെയുള്ള രീതികളെ കുറിച്ച് നമുക്കൊന്ന് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഓണർ 8ൻ്റെ പിക്ചറിലൂടെ കടന്നു പോകാം. പിക്ചർ നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. അതുപോലെ ഇതിന് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഇയർ പീസ് ഉണ്ട്. ഇതിനുള്ളിലായിട്ട് തന്നെ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് 5.7 ഇഞ്ച് ക്വാഡ് HD ഡിസ്പ്ലേ കാണാം. പിന്നെ ഇതിൻ്റെ നാവിഗേഷൻ ബട്ടൺസൊക്കെ ഓൺ സ്ക്രീൻ ബട്ടൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി ബട്ടൺസ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു ഹോണറിൻ്റെ ലോഗോ കാണാം. അതേപോലെ ബാക്ക് സൈഡിൽ നമുക്ക് 12 മെഗാ പിക്സൽ ക്യാമറ കാണാൻ സാധിക്കും. അതുപോലെ ഫ്ലാഷ്, പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിന് ബാക്കിലാണുള്ളത്. പിന്നെ ബാക്കിൽ വീണ്ടും ഒരു ഹോണറിൻ്റെ ലോഗോ കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കർ ബട്ടണും പവർ ഓൺ ഓഫ് ബട്ടണും അതേപോലെ സ്ക്രീൻ ഓൺ ഓഫ് ബട്ടണും കാണാൻ സാധിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും അതേപോലെ IR ബ്ലാസ്റ്റർ, അതായത് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫോൺ റിമോട്ട് പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ താഴെ 3.5 mm ഓഡിയോ ജാക്ക്, നമുക്ക് സാധാരണ ഇയർഫോൺ അതേപോലെ ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ USB Type-C പോർട്ടാണ്. അതേപോലെ നമുക്ക് ഇവിടെ പ്രൈമറി മൈക്രോഫോണും അതേപോലെ സ്പീക്കറും താഴെ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ജസ്റ്റ് സിം ട്രേ ആണുള്ളത്. ഇത് ഡുവൽ സിം ആണ്. അതേപോലെ തന്നെ ഹൈബ്രിഡായിട്ട് നമുക്ക് മെമ്മറി കാർഡും ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് പിക്ചർ നോക്കുമ്പോൾ നമുക്ക് ഹോണർ 8ൻ്റെ പുറമേയുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ നോക്കാം. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് OnePlus 5 ആയിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യാം. ആദ്യമായിട്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് 5.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. OnePlus 5ന് 5.5 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ പിക്സൽ എന്ന് പറയുന്നത് അത് സ്ക്രീൻ റെസൊല്യൂഷൻ, അത് ഡിസ്പ്ലേ റെസൊല്യൂഷൻ ക്വാഡ് HD റെസൊല്യൂഷനാണ്. പക്ഷേ നമുക്ക് OnePlus 5ൽ ഫുൾ HD റെസൊല്യൂഷനേ കിട്ടുന്നുള്ളൂ. ഇതിൽ ഹോണർ 8 ആണ് മെച്ചപ്പെട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ 12 മെഗാ പിക്സൽ ക്യാമറയാണ്. നമുക്ക് OnePlus 5ൽ 16 മെഗാ പിക്സൽ ക്യാമറയാണ്. അതേപോലെ അതോടുകൂടി തന്നെ കുറച്ചുകൂടി റെസൊല്യൂഷൻ കൂടിയ രണ്ടാമത്തെ ക്യാമറയും നമുക്ക് OnePlus 5ൽ അവൈലബിൾ ആണ്. പിക്ചർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ പുറത്തുള്ള ഷോട്ടുകളൊക്കെ, അതായത് ഔട്ട്ഡോർ ഷോട്ടുകളൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ രണ്ട് ഫോണിലും കിട്ടും. ഇൻഡോർ ഷോട്ടിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട് നിൽക്കുന്നത് OnePlus 5 ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ റാമിൻ്റെ കാര്യത്തിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, 6GB റാം. പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ OnePlus 5 ഒരു ഇത്തിരി മുന്നിൽ നിൽക്കും, വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ മുന്നിൽ നിൽക്കും എന്ന് പറയാം. ജസ്റ്റ് നമുക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ പറയാം. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ വലിയ മാറ്റമൊന്നും തോന്നുകയില്ല. കാരണം ഈ ഹൈ സിലിക്കൺ കിരിൻ 960 എന്ന ഈ പ്രൊസസ്സർ ഓൾമോസ്റ്റ് OnePlus 5ൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 835 പ്രൊസസ്സറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രൊസസ്സറാണ്. ഓൾമോസ്റ്റ് അതിൻ്റെ അത്ര പെർഫോമൻസ് തരുന്നതാണ്. അതുപോലെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ബാറ്ററി ഇതിൽ വരുന്നത് 4000 mAh ആണ്. നമുക്ക് OnePlus 5ൽ വരുന്നത് 3400 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഹോണർ 8 പ്രോ OnePlus 5നേക്കാളും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും തീർച്ചയായിട്ടും. ബിക്കോസ് ഹൈ സിലിക്കൺ കിരൺ 960 പ്രൊസസ്സർ പവർ എഫിഷ്യൻറ്റും ആയിട്ടുള്ളൊരു പ്രൊസസ്സറാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലൂടെ പോവാം. 4G LTE എല്ലാ റിലയൻസ് ജിയോയുടെ കോളിംഗ് വോൾട്ടി എല്ലാം സപ്പോർട്ടായിട്ടുള്ള ഫോണാണ്. അതേപോലെ ഡിസ്പ്ലേയെ കുറിച്ച് നമുക്ക് പറഞ്ഞു. ഇതിന് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. നമുക്ക് OnePlus 5ൽ വേർഷൻ 5 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ രണ്ടിലും സെയിം ആണ്. പ്രൊസസ്സറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ നമുക്ക് വേർഷൻസ് നോക്കുമ്പോൾ നമുക്ക് OnePlus 5ൽ 6GB 64GB വേർഷനാണ് ഒരു വേർഷൻ. അതേപോലെ തന്നെ 8GB 128GB ഇൻ്റർണൽ മെമ്മറിയുള്ള വേറൊരു വേർഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യൻ വേർഷൻ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്ത്യൻ വേർഷൻ ഹോണർ 8 പ്രോ നമുക്ക് ലഭിക്കുന്നത്
128 GB ഇൻറ്റേർണൽ മെമ്മറിയും അതേപോലെ 6 GB റാമും ഉള്ള ഒറ്റൊരു വേർഷൻ മാത്രമേ ഹോണർ 8-ൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ പിന്നെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഹോണർ 8-ൽ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു സിമ്മൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് രണ്ടാമത്തെ സിമ്മിൻ്റെ പ്ലേസിൽ അവർക്ക് മൈക്രോ എസ് ടി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ OnePlus 5-ൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. മൈക്രോ എസ് ടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഹൈബ്രിഡ് സ്ലോട്ടിലിട്ടിട്ടെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ OnePlus 5-ലില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോൾ 8 MP ആണ്, പക്ഷേ OnePlus 5-ൽ നമുക്ക് 16 MP ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും തന്നെ പ്രത്യേകമായിട്ടില്ല ഹോണർ 8 പ്രോയിൽ. പക്ഷേ നമുക്ക് OnePlus 5-ൽ വീഡിയോയിൽ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി, നല്ല സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോ ഹോണർ 8 പ്രോനേക്കാളും സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോ കിട്ടും. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും മെച്ചം നിൽക്കുന്നത് OnePlus 5 തന്നെയാണ്. പിന്നെ സൗണ്ട്, ഇയർഫോൺ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഹോണർ 8 പ്രോ ആണ് മെച്ചം നിൽക്കുന്നത്. കാരണം ഇതിന് DTS സൗണ്ട് എൻഹാൻസ്മെൻറ്റ് എന്ന ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ 3.5 mm ഓഡിയോ ജാക്ക്, അതായത് ഇയർഫോണിലൂടെയുള്ള സൗണ്ട് ഔട്ട്പുട്ട് കുറച്ചുകൂടി ബെറ്റർ ഹോണർ 8 പ്രോയിലാണ്. അതുപോലെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുമ്പോൾ 4.2 ആണ് ഹോണർ 8 പ്രോയിൽ. പക്ഷേ നമുക്ക് OnePlus 5-ൽ ബ്ലൂടൂത്ത് 5 വേർഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. നമുക്ക് അറ്റ് എ ടൈമിൽ 2 ഡിവൈസ് വരെ കണക്ട് ചെയ്യാൻ സാധിക്കും OnePlus 5-ൽ. അതൊരു ആഡഡ് ഫീച്ചറാണ്, നല്ലൊരു ഫീച്ചറാണ് അത്. കാരണം നമുക്കിപ്പോൾ സ്മാർട്ട് വാച്ചൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ സ്റ്റെപ്പും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനും അതേപോലെ ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് ഓൾറെഡി ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം. അതേ ടൈമിൽ തന്നെ നമുക്ക് ഹെഡ്സെറ്റിൽ ഉപയോഗിച്ചിട്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് കോളും അതേപോലെ മ്യൂസിക്കൊക്കെ കേൾക്കാനും സാധിക്കും. ഇങ്ങനെ അറ്റ് എ ടൈമിൽ 2 ഡിവൈസായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോഴത്തെ കാലത്ത് പലരും 2 ഡിവൈസൊക്കെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് 5 ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. OnePlus 5 അതിൽ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ ബാക്കിയുള്ള കാര്യം പിന്നെന്ന് പറഞ്ഞാൽ IR ബ്ലാസ്റ്റർ ഉണ്ട് ഹോണർ 8-ൽ. പക്ഷേ നമുക്ക് OnePlus 5-ൽ ഇൻഫ്രാറെഡ് പോർട്ട് അവൈലബിൾ അല്ല. അതൊരു OnePlus 5-ൻ്റെ പോരായ്മയാണ്. അപ്പോൾ നമുക്ക് ഹോണർ 8 ഒരു റിമോട്ടായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ബാറ്ററിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, കുറച്ചുകൂടി മെച്ചം നിൽക്കുക ഹോണർ 8 ആണ്. OnePlus 5-നേക്കാളും ബാറ്ററി ബാക്കപ്പ് കിട്ടും തീർച്ചയായിട്ടും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സ്പെസിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രൈസിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യയിൽ ഹോണർ 8 പ്രോ അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ഞാൻ പറഞ്ഞ ഈ ഓപ്ഷൻസ് ഉള്ള ഈ വേർഷൻസ്, അതായത് 128 GB ഇൻറ്റേർണൽ മെമ്മറി 6 GB റാമുള്ള വേർഷന് ഇന്ത്യയിൽ 30,000 രൂപയാണ് വില വരും എന്ന് പറയുന്നത്. പക്ഷേ OnePlus 5 നമുക്ക് 33,000, അതായത് 33,000 രൂപ തൊട്ടാണ് തുടങ്ങുന്നത്. വിലയുടെ കാര്യത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് OnePlus 5-ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക്കേഷനിൽ ചില രീതിയിൽ ഹോണർ 8 ആണ് മെച്ചം നിൽക്കുന്നത്, ചില ഏരിയയിൽ OnePlus 5 ആണ് മെച്ചം നിൽക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് ഹോണർ 8 പ്രോ OnePlus 5-ന് തക്കതായിട്ടുള്ള ഒരു എതിരാളിയാണ്. നമുക്ക് തിരഞ്ഞെടുക്കാം വേറൊരു OnePlus 5 അല്ലാതെ വേറൊരു ഫോൺ അതേ റേറ്റിന് നല്ല സ്പെസിഫിക്കേഷനിൽ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന വേറൊരു ഫോണും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചാൽ അതുപോലെ നമുക്ക് ഫോൺ സെലക്ട് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷനും കൂടി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. അതേപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിലെത്താൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.